നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ എല്ലാവരുടെയും തന്നെ ജീവിതത്തെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ബാധിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതിന് മുന്നോടിയായിട്ട് ഞാൻ ലോകത്താകെ നടന്ന ഈ ഒരു കണക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുകയാണ്. അതായത് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്, 2016 ലോകത്താകെ നടന്ന മൊത്തം മരണവും അതിൻ്റെ കാരണവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, 17% മരണവും ലോകത്താകെ 2016 നടന്നത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, കാർഡിയോ വാസ്കുലർ ഡിസീസ്. അതെ, ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് ലോകത്ത് ഏറ്റവും അധികം മരണം അന്നും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള രോഗം ക്യാൻസറാണ്. നമുക്കിവിടെ കാണാം, ഹാർട്ട് അറ്റാക്കിനെ അപേക്ഷിച്ച് ക്യാൻസർ കൊണ്ട് മരിക്കുന്നവരുടെ എണ്ണം നേരെ പകുതിയാണ്. 17% ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുമ്പോൾ ക്യാൻസർ കൊണ്ട് മരിക്കുന്നത് അതിൻ്റെ പകുതിയോ അതിൽ താഴെയോ ആണ്. മൂന്നാം സ്ഥാനത്തുള്ള രോഗം കൊണ്ട് അതിലും പകുതി ആൾക്കാർ മാത്രമേ മരണപ്പെടുന്നുള്ളൂ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത്, ഹാർട്ട് അറ്റാക്ക് ആയിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, നമ്മുടെ ലങ് ഡിസീസ് പോലെയുള്ള കാരണങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളിൽ വരുന്ന മരണകാരണങ്ങളാണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ എടുത്താൽ അതെല്ലാം പ്രധാനമായും 90% ഒരേ ഒരു കാരണം കൊണ്ടുണ്ടാകുന്നതാണ്. അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അറിയുകയും അത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, ഗുരുതരമായ രോഗങ്ങൾ വരാതെ നോക്കാൻ പറ്റും. ഇത് ഇന്ത്യയിലെ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് ഓരോ വർഷവും സംഭവിക്കുന്ന മരണത്തിൻ്റെ കണക്കാണ്. 22% റൂറൽ ഏരിയയിൽ നടക്കുന്ന മരണങ്ങളും ഹാർട്ട് അറ്റാക്ക് കൊണ്ടിട്ടാണ് സംഭവിക്കുന്നത്. ഇനി അത് അർബൻ ഏരിയയിലേക്ക് വരുമ്പോൾ റൂറൽ ഏരിയയേക്കാളും കുറച്ചും കൂടെ കൂടുതലാണ്, 32% കൂടുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു ദിവസം 30 വയസ്സിന് താഴെയുള്ള 900 വ്യക്തികളാണ് ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കുന്നത്. മൊത്തം ഉണ്ടാകുന്ന മരണത്തിൻ്റെ, അതായത് ഏതൊക്കെ രീതിയിലാണോ മനുഷ്യർ മരിക്കുന്നത് അതിൻ്റെ മൊത്തത്തിൽ 19% പേരും മരിക്കുന്നത് ഇന്ത്യയിൽ ഹാർട്ട് അറ്റാക്ക് മൂലമാണ്. ലോകത്ത് നമ്മൾ കണ്ടു 17%-ന് മുകളിൽ ആൾക്കാരാണെങ്കിൽ ഇന്ത്യയിൽ 1% കൂടെ അധികം ആൾക്കാർ മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ്. 25% ഈ മരണങ്ങളിൽ 25-70 വയസ്സിന് ഇടയിലുള്ളവർ മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ്. അതായത് 25 വയസ്സ് മുതൽ 69 വയസ്സ് വരെ ഉള്ളതിൽ 25% ആൾക്കാരുടെയും മരണകാരണമെന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കാണ്. ഇന്ത്യയിൽ 30 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള 4 വ്യക്തികൾ ഓരോ മിനിറ്റിലും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ തന്നെ മുന്നിലേക്കുള്ള വരും വർഷത്തേക്ക് ഒരു കണക്കും കൂടെ ഇവർ പറയുന്നുണ്ട്. അതായത് 2030 ഇന്ത്യയിൽ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മാത്രം 2,30,00,000-ലധികം ആൾക്കാർ പ്രതിവർഷം മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനകത്ത് 50%-ലധികം ആൾക്കാരും 50 വയസ്സിൽ താഴെയുള്ളവരായിരിക്കും എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, കൊച്ചു കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ള വ്യക്തിക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് ആൾക്കാർ മരിക്കുന്നുമുണ്ട്. എന്താണ് ഈ രോഗങ്ങളുടെ കാരണം? അതാണ് നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത്. രോഗങ്ങൾ പൊതുവെ 2 വിധത്തിലാണുള്ളത്. ഒന്ന്, പകരുന്ന രോഗങ്ങൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. 2, ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരില്ലാത്ത രോഗങ്ങൾ, നോൺ കമ്മ്യൂണിക്കബിൾ അഥവാ ജീവിതശൈലി രോഗങ്ങൾ. നമ്മളീ പറയുന്ന ഹാർട്ട് അറ്റാക്ക് ഏറ്റവും വലിയ മരണകാരണമാകുമ്പോൾ തന്നെ അത് ഒരു ജീവിതശൈലി രോഗം കൂടിയാണ്. അതായത് നമ്മുടെ ജീവിതശൈലി വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് അത് വരുന്നത്. പൊതുവെ എല്ലാ ചർച്ചകളിലും ഇങ്ങനെ ഒരു വാക്കിനപ്പുറത്തേക്ക് ഇതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമ്മളിതിൻ്റെ അടിസ്ഥാന കാരണം, അതായത് അറ്റോമിക് ലെവലിൽ, മോളിക്യുലർ ലെവലിൽ, നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ എന്ത് നടക്കുന്നു എന്ന ലെവലിൽ ഇതിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ
കാരണം അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ആ കാരണത്തെ ഒഴിവാക്കിക്കൊണ്ട് ഈ രോഗം വരാതെ നോക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലുള്ള പഠനവും റിപ്പോർട്ടുകളും ഒക്കെ നമുക്കിവിടെ ലഭ്യമാണ്. പക്ഷേ നമ്മൾ പലരും അത് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കാരണം എന്താണെന്ന് ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ വ്യക്തമായി, വളരെ ലളിതമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളൊരു ശ്രമമാണിത്. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക. നമുക്കറിയാം, ഇരുമ്പ് കമ്പി തുരുമ്പെടുത്ത് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഒരു ഓക്സിഡേഷണൽ ഡാമേജാണ് അടിസ്ഥാനപരമായി എല്ലാ ജീവിതശൈലീ രോഗങ്ങളുടെയും കാരണം. അങ്ങനെ പറയുമ്പോൾ അതെന്താണെന്ന് കുറച്ചുകൂടെ വ്യക്തമാകാൻ നമുക്ക് ഇനി മുന്നിലേക്ക് പോകുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് ഹെൽത്തി ആറ്റമാണ്. ഹെൽത്തി ആറ്റം നമ്മുടെ ശരീരത്തിന് ഒരു കേടുപാടുകളും സംഭവിപ്പിക്കുന്നില്ല. എന്നിരുന്നാൽ അൺഹെൽത്തി ആറ്റം അഥവാ ഫ്രീ റാഡിക്കൽസ്, ഇതാണ് നമ്മുടെ ശരീരത്തിന് ഓക്സിഡേഷണൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. നമ്മൾ പറഞ്ഞു, ഇരുമ്പ് കമ്പി തുരുമ്പെടുക്കുന്നത് ഒരു ഓക്സിഡേഷണൽ ഡാമേജിന് ഉദാഹരണമാണ്. ഇതേ പ്രക്രിയ നമ്മുടെ ശരീരത്തിനുള്ളിലും സംഭവിക്കുന്നുണ്ട്. അതിന് കാരണം ഈ ഫ്രീ റാഡിക്കലാണ്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഈ പിക്ചറിൽ തന്നെ, ഈ ഫ്രീ റാഡിക്കൽ ആറ്റത്തിന് ചുറ്റും കറങ്ങി നടന്നിരുന്ന 2 ഇലക്ട്രോണുകളിൽ ഒന്ന് ഇതിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പെയർഡായിട്ടുള്ള ഇലക്ട്രോൺ അല്ലാതെ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള ആറ്റത്തെയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽ എന്ന് വിളിക്കുന്നത്. ഈ ആറ്റത്തിന് ഇനി സ്ഥിരത കൈവരിക്കണമെങ്കിൽ എവിടുന്നെങ്കിലും മറ്റൊരു ഇലക്ട്രോൺ ഇതിന് കിട്ടണം. അതിനുവേണ്ടി ഈ ആറ്റങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിശക്തമായി മറ്റുള്ള ആറ്റങ്ങളിൽ പോയി ഹിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇടിക്കുമ്പോൾ അതിൽ നിന്നും തെറിച്ചു വരുന്ന ഇലക്ട്രോണുകളെ കൈവശപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫ്രീ റാഡിക്കലുകൾ സ്ഥിരത കണ്ടെത്തുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു നോർമൽ ആറ്റത്തിൽ നിന്ന് കൂട്ടിയിടിയുടെ ഫലമായി ഒരു ഫ്രീ റാഡിക്കലിന് സ്ഥിരത കൈവരിക്കുവാൻ ആവശ്യമായ ഒരു ഇലക്ട്രോൺ ലഭ്യമാകുമ്പോൾ തന്നെ ഹെൽത്തി ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ്. അതായത് ഒരു ഫ്രീ റാഡിക്കൽ ന്യൂട്രലൈസ് ആയപ്പോൾ മറ്റൊരു ഹെൽത്തി ആറ്റം, നോർമൽ ആറ്റം ഫ്രീ റാഡിക്കലായി മാറ്റപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രക്രിയ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ നടക്കുന്നുണ്ടാവും. ഇവിടെ ഈ ഒരു പ്രക്രിയ ചെയിൻ റിയാക്ഷൻ പോലെ നടക്കുന്നതിന് ഈ ചെയിനെ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഹെൽത്തിയായി ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു നോർമൽ സെല്ലാണ്. ഈ സെല്ലിൽ ഫ്രീ റാഡിക്കലിൻ്റെ അളവ് കൂടുമ്പോൾ ആ ഫ്രീ റാഡിക്കൽ ഇലക്ട്രോൺ കിട്ടുന്നതിന് വേണ്ടി മറ്റുള്ള ആറ്റങ്ങളിൽ ഓടി നടന്ന് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഹിറ്റ് പലപ്പോഴും മറ്റുള്ള ആറ്റങ്ങളിൽ മാത്രമല്ല, ഈ സെല്ലിൻ്റെ തന്നെ ന്യൂക്ലിയസിനോ മറ്റു ഭാഗങ്ങളിലോ ഒക്കെ ഈ ആറ്റം പോയി ഹിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഈ ആറ്റത്തിന് പല വിധത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ഇരുമ്പ് കമ്പി തുരുമ്പെടുക്കുന്നത് നമ്മൾ കാണുന്നത് പോലെ ആ ഒരു പ്രക്രിയയിലൂടെ നമ്മുടെ ഈ കോശത്തിനുള്ളിലെ സെല്ലിന് ഡാമേജ് സംഭവിക്കുകയോ സെല്ല് നശിച്ചു പോകുകയോ ഇല്ലെ കോശത്തിനുള്ളിലെ ന്യൂക്ലിയസ് നശിച്ചു പോകുകയോ ചെയ്താൽ നമുക്കറിയാം, ഒരു കോശത്തിൻ്റെ വളർച്ചയെ എല്ലാ വിധത്തിലും കൺട്രോൾ ചെയ്യുന്നത് ആ കോശത്തിനുള്ളിലെ ന്യൂക്ലിയസ് ആണ്. ഈ കോശത്തിനുള്ളിലെ ന്യൂക്ലിയസ് നശിച്ചാൽ 120ഓളം ദിവസം കൊണ്ട് ജീവിച്ച് മരിച്ചു പോകേണ്ടതാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും. പക്ഷേ ഈ ന്യൂക്ലിയസ് നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് ആ കോശം ഒരുപക്ഷെ ടെർമിനേറ്റായി പോകണമെന്ന് നിർബന്ധമില്ല 120 ദിവസം കഴിഞ്ഞാലും. ഒപ്പം തന്നെ ഈ സെല്ലിനുള്ളിൽ ഇപ്പോൾ നിറയെ ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. ഇനി ഈ സെല്ലിൻ്റെ വലിപ്പം, വളർച്ച ഇതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് അതിനുള്ളിലെ ന്യൂക്ലിയസ് ആയിരുന്നു. ന്യൂക്ലിയസിൻ്റെ അഭാവത്തിൽ ഈ സെല്ല് അനിയന്ത്രിതമായി വളരാൻ തുടങ്ങും. നമുക്കറിയാം, ക്യാൻസർ എന്ന് പറയുന്നത് ഒരു കൂട്ടം കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയാണ്. ഇതിൻ്റെ അടിസ്ഥാന കാരണം ഈ ഫ്രീ റാഡിക്കൽ ഡാമേജ് തന്നെയാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ കോശത്തിനുള്ളിൽ ഇപ്പോൾ നിറയെ ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. ഇത് മറ്റു കോശങ്ങളിലേക്ക് പകരുകയും അങ്ങനെ ഒരു കൂട്ടം കോശങ്ങൾക്ക് ഡാമേജ് സംഭവിച്ച് വലിയ രീതിയിൽ അത് വളർന്ന് വലുതാകുന്നതിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്യാൻസർ മൂലം മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നതിൻ്റെ പകുതിയോ അതിൽ താഴെയോ ആൾക്കാർ മാത്രമേ മരിക്കുന്നുള്ളൂ. അപ്പോൾ കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യവും കൂടെ നമുക്ക് പലർക്കും അറിയാം. അതിതാണ്, മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ വരില്ലാത്ത ഒരേ ഒരു അവയവമേ ഉള്ളൂ. ഏതാണത്? മറ്റൊന്നുമല്ല, നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും ക്യാൻസർ വരില്ല.
ഇത് കേട്ടപ്പോൾ ആദ്യകാലത്തൊക്കെ ഞാൻ കരുതിയിരുന്നത് ഹൃദയം അത്ര സ്ട്രോങ് ആയതുകൊണ്ടിട്ടായിരിക്കും ഹൃദയത്തിന് മാത്രം ക്യാൻസർ വരില്ലാത്തതെന്നാണ്. എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ്. ഹൃദയം സ്ട്രോങ് ആയതുകൊണ്ടല്ല, മറിച്ച് ഹൃദയം വളരെ ലോലമായതുകൊണ്ടിട്ടാണ് ഹൃദയത്തിന് മാത്രം ക്യാൻസർ വരില്ലാത്തത്. കാരണം ഈ ക്യാൻസറായിട്ട് ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ ഒരു കൂട്ടം സെല്ലുകൾ നശിക്കുകയും ആ സെല്ലുകൾ അനിയന്ത്രിതമായി വളരുകയും വേണം. എന്നാൽ ആ ഒരു പ്രക്രിയ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ക്യാൻസറിനെ പറ്റി പറയുമ്പോൾ പല സ്റ്റേജുകൾ നമ്മൾ പറയും. ഈ സ്റ്റേജുകളിലേക്ക് ഡെവലപ്പ് ചെയ്ത് അത് വരുന്നതിന് മുന്നേ തന്നെ ഹൃദയം ഫെയിലിയർ ആകുന്നത് കൊണ്ടാണ് ഹൃദയത്തിന് ക്യാൻസർ സംഭവിക്കാത്തത്. അഥവാ ഈ ഒരു സ്റ്റേജിലേക്ക് വരണമെന്നില്ല, ഏകദേശം ഈ ഒരു സ്റ്റേജിൽ കോശം നശിക്കുമ്പോൾ തന്നെ ഹൃദയം ഫെയിലിയർ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി എന്തുകൊണ്ട് ഹൃദയം ഇത്ര ലോലമായിരിക്കുന്നു അതും കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ കാണുന്നത് ഹൃദയ ധമനിയുടെ ധമനിയുടെ ഉൾഭാഗമാണ്. ഈ ഉൾഭാഗത്ത് കൂടെയാണ് രക്തം ഒഴുകുന്നത്. ഒപ്പം നമുക്കിവിടെ കാണുന്നുണ്ട് കോശഭിത്തിയും ബാക്കി അതിൻ്റെ സ്ട്രക്ചറുകളും നമ്മളിവിടെ കാണുന്നുണ്ട്. അതിനെ വിളിക്കുന്നത്, അതായത് ഹൃദയ ധമനിയുടെ ഏറ്റവും ഉള്ളിൽ ബ്ലഡ് ടച്ച് ചെയ്തൊഴുകുന്ന ആ ഭാഗത്തെ വിളിക്കുന്നത് എൻഡോതെലിയം എന്നാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ദേ ഫോം എ 1 സെൽ തിക്ക്. അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കനം കുറഞ്ഞ നേർത്ത പാളി ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതിൻ്റെ ഉത്തരം ഇതാണ്. കാരണം ഇത് സിംഗിൾ കോശങ്ങൾ കൂട്ടിച്ചേർത്ത് തുന്നിപ്പിടിപ്പിച്ചതുപോലെയുള്ളൊരു സ്ട്രക്ചറാണ് എൻഡോതെലിയം. വളരെ നേർത്ത ഒരു പാളിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹൃദയം അതിശക്തമായി പമ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ തലച്ചോറിൽ മുതൽ നമ്മുടെ കാൽവിരൽ വരെ ബ്ലഡ് എത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഹൃദയം വളരെ ശക്തമായി തന്നെയാണ് പമ്പ് ചെയ്യുന്നത്. അത്രയും ശക്തമായ പ്രഷർ താങ്ങേണ്ടുന്ന ഒന്നാണ് നമ്മളുടെ ഓരോ രക്തക്കുഴലും. ഒപ്പം നമുക്കൊരു കാര്യം കൂടെ അറിയാം, ഹൃദയത്തിന് പമ്പ് ചെയ്യാനും പ്രവൃത്തികൾ നടത്തുവാനും വേണ്ടി ഹൃദയത്തിലേക്ക് തന്നെ രക്തം ഒഴുകുന്നുണ്ട്. എന്നാലേ ഹൃദയപേശികൾ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യും. അപ്പോൾ ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന രക്തക്കുഴലുകളിൽ അനുഭവപ്പെടുന്ന പ്രഷറല്ല നമ്മുടെ കാൽവിരലിലെ രക്തക്കുഴലുകളിൽ അനുഭവപ്പെടുന്നത്. കമ്പാരിറ്റീവ്ലി വളരെ കൂടിയ പ്രഷറാണ് ഹൃദയത്തിലെ രക്തക്കുഴലുകൾ താങ്ങേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിലെ രക്തക്കുഴലുകൾ അതിശക്തമായി സ്ട്രോങ് അല്ല എങ്കിൽ ഈ ശക്തമായ പ്രഷർ അതിന് താങ്ങാൻ പറ്റാതെ വരും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫ്രീ റാഡിക്കൽ അറ്റാക്ക് ഈ ഏകകോശങ്ങളിൽ ബാധിച്ചാൽ, ഈ ഒരു കോശം നശിച്ചു പോയാൽ നമ്മുടെ ഈ എൻഡോതെലിയം എന്ന് പറയുന്ന ആ ഒരു ലെയറിൽ വിള്ളൽ വീഴും. അപ്പോൾ ഈ കോശം നശിച്ചു പോവുകയും ഹൃദയത്തിൻ്റെ ശക്തമായ പമ്പിങ്ങും കാരണം എൻഡോതെലിയത്തിൽ വിള്ളൽ വീണാൽ, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് എൻഡോതെലിയം ഇതുപോലെ ഏകകോശമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കോശം നശിച്ചാൽ, ഈ ഒരു കോശം നശിച്ചു പോയാൽ അവിടെ വിള്ളൽ വീഴും, അവിടെ ഒരു സുഷിരമാകും, അല്ലെങ്കിൽ അവിടെ ഒരു ക്രാക്ക് നമുക്ക് കാണാൻ പറ്റും. ഇനിയാണ് പ്രശ്നം. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ കണ്ടു, ഇതാണ് എൻഡോതെലിയം. അതായത് ഈ ബ്ലഡ് വെസലിനെ മുറിച്ചിവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് എൻഡോതെലിയത്തിൽ ഒരു സെല്ല് നശിച്ചു പോയി ക്ലോട്ട് വീണേക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഇങ്ങനെ ഇവിടെ ഒരു ക്രാക്ക് വീഴുന്നതിന് ശേഷം മാത്രമേ ആ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് വ്യായാമമില്ലായ്മയാണ്, ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതൽ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നതെന്ന്. അത് തീർത്തും തെറ്റായ ഒരു മെസ്സേജാണ്. അത് തെറ്റാണ്. കാരണം ഗാംഗുലിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത് നമുക്കറിയാം, മുത്തയ്യ മുരളീധരന് ഹാർട്ട് അറ്റാക്ക് വന്നത് നമുക്കറിയാം. ഷട്ടിൽ കളിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു സീരിയൽ നടൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച വാർത്തയും നമ്മൾ വായിച്ചു. ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നതിൻ്റെ വീഡിയോയും നമ്മളിൽ പലരും കണ്ടു. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഹാർട്ട് അറ്റാക്കും വ്യായാമവും ഇല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കും കൊളസ്ട്രോളും തമ്മിൽ സത്യം പറഞ്ഞാൽ യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളതാണ്. കൊളസ്ട്രോൾ അല്ല, പകരം ഹൃദയധമനിയിലുണ്ടാകുന്ന ഈ ക്രാക്ക്, അതായത് ഓക്സിഡേഷൻ ഡാമേജ് വന്ന് നശിച്ച ഈ എൻഡോതെലിയത്തിൽ ഉണ്ടാകുന്ന ക്രാക്ക് മൂലം, ആ ക്രാക്ക് ഉണ്ടായാൽ മാത്രമേ അതിനുള്ളിലേക്ക് ഇതുപോലെ കൊഴുപ്പ് അടിഞ്ഞു കൂടുകയുള്ളൂ.
മനസ്സിലാക്കണം, ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിലല്ല കൊഴുപ്പിരിക്കുന്നത്, എൻഡോത്തലിയത്തിനും മറ്റുള്ള കോശപാളികൾക്കും ഇടയിലാണ് കൊഴുപ്പ് കയറി അടിഞ്ഞുകൂടുന്നത്. അല്ലാതെ രക്തത്തിൽ ടച്ച് ചെയ്ത് രക്തക്കുഴലിൻ്റെ എൻഡോത്തലിയത്തിന് പുറത്തല്ല, ഉള്ളിലാണ്. ഇവിടെ കാണാമല്ലോ. അതൊന്നും കൂടെ വിശദമായിട്ട് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും. അതായത് ഇത് രക്തക്കുഴലിൻ്റെ ഉൾഭാഗമാണ്, ഇവിടെ കൂടെയാണ് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരുന്നത് എങ്കിൽ ഇവിടെ ഉണ്ടായ ക്രാക്കിലൂടെ ഉള്ളിലേക്കാണ് കൊളസ്ട്രോൾ കടന്നു പോയിരിക്കുന്നത്. കൊഴുപ്പ് ഉള്ളിലാണ് അടിഞ്ഞുകൂടുന്നത്. കോശഭിത്തികൾക്കുള്ളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും, നമുക്കറിയാം എന്തുകൊണ്ടാണ് അവിടെ ക്രാക്ക് ഉണ്ടായത്. ക്രാക്ക് ഉണ്ടായതിൻ്റെ കാരണം ഫ്രീ റാഡിക്കൽ ഡാമേജ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തുള്ള കോശങ്ങളിലൊക്കെ നിറയെ ഫ്രീ റാഡിക്കൽസ് ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ ഈ കൊഴുപ്പ് ഇതിനുള്ളിൽ കയറി കഴിയുമ്പോൾ ഈ കൊഴുപ്പിനും ഫ്രീ റാഡിക്കൽ ഡാമേജ് ഉണ്ടാവും. നമുക്കറിയാം, ഒന്നുകിൽ ഫ്രീ റാഡിക്കൽ ഡാമേജ് ഉണ്ടാകുന്ന വസ്തുക്കൾ, ഓക്സിഡേഷൻ ഡാമേജ് ഉണ്ടാകുന്ന വസ്തുക്കൾ ഒന്നുകിൽ ഓക്സിഡേഷൻ കൊണ്ട് വണ്ണം കൂടും, അതല്ല എങ്കിൽ ഓക്സിഡേഷൻ കൊണ്ട് അത് ശോഷിക്കും. ഈ രണ്ട് പ്രക്രിയകളാണ് നടക്കുന്നത്. ഇരുമ്പ് കമ്പിക്ക് ഓക്സിഡേഷൻ ഡാമേജ് സംഭവിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇരുമ്പ് കമ്പി വണ്ണം വെച്ച് വീർത്ത് അതിൻ്റെ അയിരുകൾ അടർന്നടർന്ന് കൊഴിഞ്ഞു പോകുന്നതായിട്ട്, അങ്ങനെ അത് നശിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെ കൊഴുപ്പിനും സംഭവിക്കുകയാണ്. ഈ കയറിയിരുന്ന കൊഴുപ്പ് ഫ്രീ റാഡിക്കൽ ഡാമേജ് കൊണ്ട് വീർക്കാൻ തുടങ്ങും. ഇതിവിടെ ഇരുന്ന് വീർത്താണ് ഈ കോശഭിത്തിയുടെ ഈ സൈഡിലുള്ള കോശഭിത്തി ഇപ്പുറത്തെ കോശഭിത്തിയിലേക്ക് വന്ന് കൂടിച്ചേർന്ന് ബ്ലഡ് ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാതെ അടഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അല്ലാതെ കൊഴുപ്പുള്ളത് കൊണ്ടല്ല, മറിച്ച് ഫ്രീ റാഡിക്കൽ ഡാമേജ് വന്ന് ഇവിടെ ക്രാക്ക് വീണതാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം. നമുക്കറിയാം, ഇരുമ്പ് കമ്പി ഇല്ലെങ്കിൽ ഇരുമ്പ് ടൂൾസൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് ഇതുപോലെ വളരെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. എന്നാൽ നമ്മളത് നോക്കാതെ കുറേ കാലം മണ്ണിലോ വെള്ളത്തിലോ എവിടെയെങ്കിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെ തുരുമ്പെടുത്ത് പോകും. മനുഷ്യ ശരീരത്തെക്കാളും വളരെ ഹാർഡായിട്ടുള്ള ഇരുമ്പിനെ പോലും തുരുമ്പെടുപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ് ഫ്രീ റാഡിക്കൽ ഡാമേജ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ. അങ്ങനെയുള്ളൊരു ഓക്സിഡേഷൻ ഇത്രയും ലോലമായ നമ്മുടെ ശരീരത്തെ എത്രമാത്രം ഡാമേജ് ആക്കും, ശരിയല്ലേ? ഇപ്പോൾ ഇരുമ്പിന് നമ്മൾ തുരുമ്പെടുക്കാതിരിക്കാൻ ചെയ്യുന്നൊരു മാർഗമുണ്ട്. ഓക്സിഡേഷൻ ഡാമേജ് വരാതിരിക്കുന്നതിനാണ് നമ്മൾ ഇരുമ്പ് പ്രതലങ്ങളെല്ലാം തന്നെ പെയിൻ്റ് അടിച്ച് സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒരു മാർഗം ഉണ്ടാവുമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, മനുഷ്യ ശരീരത്തെ എങ്ങനെ ഫ്രീ റാഡിക്കൽ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം. അതിനാണ് ഇവിടെ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ റോൾ വരുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണാം ആൻറ്റി ഓക്സിഡൻസിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ഇലക്ട്രോൺസ് കയ്യിലുള്ള ആറ്റങ്ങളെയാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഫ്രീ റാഡിക്കലിന് എന്താണ് വേണ്ടത്? ഒരു ഫ്രീ റാഡിക്കലിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോണിന് ഇവിടുന്ന് ഇലക്ട്രോൺ സപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫ്രീ റാഡിക്കൽ അത് സ്റ്റേബിൾ സെല്ലായി മാറിക്കോളും, സ്റ്റേബിൾ ആറ്റമായി അത് മാറിക്കോളും. അപ്പോൾ ഈ ആറ്റം സ്റ്റേബിൾ ആയാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കലുകൾ എത്രമാത്രമുണ്ടോ അത്രമാത്രം ഇലക്ട്രോൺസുകൾ സപ്ലൈ ചെയ്യാൻ ആവശ്യമായ ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഫ്രീ റാഡിക്കൽ ഡാമേജോ അതുമൂലം ക്യാൻസറോ ഹാർട്ട് അറ്റാക്കോ പോലുള്ള രോഗങ്ങളോ വരാതിരിക്കുന്നതിനുള്ള ഒരേ ഒരു മാർഗം. എക്സസൈസ് ചെയ്തത് കൊണ്ടിട്ടോ കൊഴുപ്പ് കുറച്ച് കഴിച്ചത് കൊണ്ടിട്ടോ ഒന്നും ഹാർട്ട് അറ്റാക്കിനെ നമുക്ക് തടയാൻ പറ്റില്ല. മറിച്ച് ശരീരത്തിലേക്ക് ആവശ്യമായ അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റിനെ എത്തിച്ചുകൊണ്ട് മാത്രമേ ഹാർട്ട് അറ്റാക്കോ ക്യാൻസറോ പോലെയുള്ള രോഗങ്ങളെ നമുക്ക് തടുക്കാനാവൂ. ഇനി മനസ്സിലാക്കേണ്ട ഒരു പോയിൻറ്റും കൂടെ, അതിൻ്റെ പ്രൂഫ് എനിക്കിവിടെ വെക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ പറഞ്ഞു വന്ന സമയത്ത് ഓർത്തുകൊണ്ട് കൂട്ടത്തെ പറയുവാണ്. ഡോക്ടർ ലിനസ് പോളിങ്ങിൻ്റെ ഒരു പരീക്ഷണത്തിൽ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്, നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്ന ആളുകളുടെ ഹൃദയത്തിൽ സഫിഷ്യൻ്റ് എമൗണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് തുടർച്ചയായി കഴിക്കാൻ കൊടുത്തുകൊണ്ട് 90 ദിവസത്തിന് ശേഷം നടത്തിയ അദ്ദേഹത്തിൻ്റെ സ്കാൻ റിപ്പോർട്ടുകളിൽ ഹാർട്ടിലുണ്ടായിരുന്ന ബ്ലോക്ക് കംപ്ലീറ്റായി പൂർണ്ണമായി മാറിയതായി അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കണം, 2 തവണ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് ലിനസ് പോളിങ്. അപ്പോൾ അദ്ദേഹം ഈ നടത്തിയ പഠന റിപ്പോർട്ട് പുസ്തകമായി നമ്മുടെ കയ്യിൽ ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഈ കാണുന്നത്. ഇതിൽ പലതും നമ്മൾ കേട്ടിട്ടുണ്ടാവും. വിറ്റമിൻ സി, വിറ്റമിൻ ഇ, സെലേനിയം,
വിറ്റാമിൻ ബി, ഇതൊക്കെ നമ്മളിൽ പലരും കേട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, വിറ്റാമിൻ സിയെ പറ്റി പറയുമ്പോൾ കടലോളമാണ് പറയാനുള്ളത്. കാരണം നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയെ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വൈറ്റമിൻ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ നെടുന്തൂണാണ് വിറ്റമിൻ സി. വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഇല്ലെങ്കിൽ മൾട്ടി വിറ്റമിനുകൾ നമ്മുടെ ശരീരത്തിന് ധാരാളമായി വേണം. എല്ലാ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിന് സഫീഷ്യൻ്റായ അളവിൽ വൈറ്റമിൻസും മിനറൽസും കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തിയാൽ ഹാർട്ട് അറ്റാക്കോ ക്യാൻസറോ പോലെയുള്ള രോഗങ്ങൾ നമുക്കൊരിക്കലും വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതല്ല എങ്കിൽ മറ്റൊരു മാർഗം, അതായത് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്, ജോലി തിരക്കൊണ്ട് ഭക്ഷണം ശരിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, നല്ല ക്വാളിറ്റി ഫുഡ് കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് മറ്റൊരു മാർഗവും കൂടിയുണ്ട്, വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ്. ഇന്നിപ്പോൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകളിൽ വൈറ്റമിൻസ് മിനറൽസ് സപ്ലിമെൻറ്റുകൾ ഒരു കോർണറിൽ വെച്ചിട്ടുണ്ടാവും. കണക്കുകൾ പറയുന്നത് ഇതാണ്: അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ 53% ജനങ്ങളും വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിനെപ്പറ്റിയൊക്കെ അറിവായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വൈറ്റമിൻ സി ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. എത്രമാത്രം നമ്മൾ ഫുഡിലൂടെ പറ്റുന്നില്ലെങ്കിൽ സപ്ലിമെൻറ്റിലൂടെയോ കഴിക്കാൻ പറ്റുന്നു, അത്രമാത്രം നമുക്ക് ഹെൽത്തി ആയിരിക്കാൻ പറ്റും, ഹാർട്ട് അറ്റാക്ക് വരില്ല. നമ്മളിപ്പോൾ പറഞ്ഞ ഈ കുറേ വിശദീകരണങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. അതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത് കൂടുതലും നമ്മൾ ഡാറ്റാസ് എടുത്തിട്ടുള്ളത് ഈ കാണുന്ന ഒരു ബുക്കിൽ നിന്നാണ്. ഡോക്ടർ റേഡി സ്റ്റാൻഡ് MD എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഒരു അമേരിക്കൻ MD എടുത്തിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഇംഗ്ലീഷ് മെഡിസിൻ, മോഡേൺ മെഡിസിനിലാണ് അദ്ദേഹം MD എടുത്തത്. 22 വർഷം മോഡേൺ മെഡിസിൻ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ നിലവിൽ അദ്ദേഹം ഇംഗ്ലീഷ് മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് ഒരു രോഗികൾക്കും കൊടുക്കുന്നില്ല. അതിൻ്റെ കാരണം ഈ പുസ്തകത്തിൽ അദ്ദേഹം വിശദമായി എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്നതാണ്. വാട്ട് യുവർ ഡോക്ടർ ഡസൻറ്റ് നോ എബൌട്ട് ന്യൂട്രീഷണൽ മെഡിസിൻ മേ ബി കില്ലിങ് യു. അതെ, നമ്മുടെ ഡോക്ടർക്ക് ന്യൂട്രീഷണൽ മെഡിസിനെ പറ്റിയുള്ള അറിവില്ലായ്മ ഒരുപക്ഷെ നമ്മളെ കൊല്ലാൻ പോകുന്നതാണ്. തീർച്ചയായും ഈ ഒരു ബുക്ക് വാങ്ങിക്കുന്നതും വായിക്കുന്നതും നമ്മളിൽ ഒത്തിരി പേർക്ക് ഒത്തിരി അറിവ് കിട്ടാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കഥ ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇദ്ദേഹം മോഡേൺ മെഡിസിൻ ഉപേക്ഷിച്ചു നമ്മുടെ ആയുർവേദം ഈക്വലൻ്റ് ആയിട്ടുള്ള ന്യൂട്രീഷണൽ മെഡിസിൻ മേഖലയിലേക്ക് മാറി. ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം കല്യാണം കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷമാണ്. നല്ല ആരോഗ്യമുള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വൈഫ്. പക്ഷേ ഒരു പർട്ടിക്കുലർ രോഗം വന്നിട്ട് അവരുടെ മസിൽസ് എല്ലാം വീക്കായി പോവുകയാണ്. അങ്ങനെ അവർ കിടപ്പിലാകുകയാണ്. ഇദ്ദേഹം 22 വർഷം എക്സ്പീരിയൻസ് ഉള്ള MD ഒക്കെ എടുത്തിട്ടുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം പഠിച്ച കാര്യങ്ങളെല്ലാം വൈഫിന് വേണ്ടി അദ്ദേഹം ട്രൈ ചെയ്യുകയാണ്. പക്ഷേ അവരുടെ രോഗം സുഖപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഇവർ ഓരോ ദിവസം കഴിയും തോറും വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. യാദൃച്ഛികമായി ഇവരെ കാണാനെത്തിയ ഇവരുടെ ഒരു സുഹൃത്ത്, വൈഫിൻ്റെ ഒരു പെൺ സുഹൃത്ത്, അവർ പറഞ്ഞു കൊടുത്തിട്ട് കുറച്ച് നമ്മുടെ ആയുർവേദം പോലെയുള്ള കുറച്ച് ഫ്രൂട്ട്സിൻ്റെയൊക്കെ കുരു പൊടിച്ച ഒരു പാക്കറ്റ്, അത് നീ ഒന്ന് കഴിച്ചു നോക്കൂ, നിനക്ക് പ്രയോജനപ്പെടും എന്ന് അവർ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. ഇവർ ഹസ്ബൻഡിനോട് ഇത് ചോദിക്കുകയാണ്, ഇത് കഴിച്ചോട്ടെ. ഇദ്ദേഹത്തിന് അതിൽ യാതൊരുവിധ വിശ്വാസവും ഇല്ലെങ്കിലും ഇദ്ദേഹം ചെയ്ത ട്രീറ്റ്മെൻറ്റുകളൊന്നും ഫലം കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം ഗതിയില്ലാതെ പറയുകയാണ്, നീ എന്ത് വേണേ ചെയ്തോ, എനിക്കിനി അറിയില്ല എന്താ ചെയ്യേണ്ടത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വൈഫ് ഏതൊക്കെയോ ഫ്രൂട്ട്സിൻ്റെ കുറച്ച് സീഡ്സ് പൊടിച്ചത് കഴിക്കുവാണ്. അവർക്കുണ്ടായ ആ മാറ്റം അദ്ദേഹത്തെ വളരെയധികം അത്ഭുതപ്പെടുത്തി. ബെഡ് റിഡൺ ആയിരുന്ന അവർ 2 മാസത്തിനുള്ളിൽ തിരിച്ചു വരികയാണ്. പഴയതുപോലെ ഊർജ്ജസ്വലമായി കുതിരയെ ഓടിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് അവരുടെ ആരോഗ്യം അവർ വീണ്ടെടുക്കുകയാണ്. ഹോഴ്സ് റൈഡിങ്ങിന് ഇവർ ഒന്നിച്ചു പോകുന്നു. ഇങ്ങനെ ഒരു മാറ്റം സ്വന്തം ഭാര്യയിൽ വന്നപ്പോഴാണ് ഇദ്ദേഹം താൻ പഠിച്ച മെഡിസിൻ സയൻസിലില്ലാത്ത എന്താണ് ഈ ഫ്രൂട്ട്സിൻ്റെ കുരു പൊടിച്ചതിലുള്ളത്, അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വന്ന്
ആയുർവേദം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചു. ഇന്നിപ്പോൾ ലോകം അറിയപ്പെടുന്ന ഓൺലൈനിൽ ലോകത്താകെ ന്യൂട്രീഷണൽ കൺസൾട്ടേഷൻ കൊടുക്കുന്ന ലോകപ്രശസ്തനായ ഒരു ഡോക്ടറാണ് ഡോക്ടർ റേഡി സ്റ്റാൻഡ്. ഏകദേശം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണ് എന്ന ഏകദേശം ഒരു ധാരണ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അറിയുക, ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇതുപോലെയുള്ള ഒത്തിരി ബുക്കുകൾ നമുക്ക് ആമസോണിലും മറ്റും അവൈലബിൾ ആണ്. ആരോഗ്യത്തെപ്പറ്റി, രോഗത്തെപ്പറ്റി ഡീപ്പായി നമ്മൾ തന്നെ പഠിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സുരക്ഷിതത്വവും ജീവനെ സംരക്ഷിക്കുവാൻ ആവശ്യമായ ഉത്തരവാദിത്തത്തോടുകൂടെ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുക. ഓക്കെ, താങ്ക് യു.